മുസ്ലിം ലീഗിനും ചന്ദ്രികയ്ക്കും വിമർശനവുമായി സുപ്രഭാതം ദിനപത്രം. സുപ്രഭാതം കമ്മ്യൂണിസം പ്രചരിപ്പിക്കുന്നു എന്നത് പ്രതിയോഗികളുടെ പ്രചാരണമെന്നാണ് സുപ്രഭാതത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ ലേഖനം. LDF പരസ്യം നൽകിയതിനു ശേഷം പത്രത്തിന് നേരെ പ്രചാരണം ശക്തമാണെന്നും ലേഖനത്തിൽ പറയുന്നു. ദീപക് തരുമണം വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന്. ദീപക്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ വിശദാംശങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് അഗൈൻ എസ്കേൻ. സമസ്തയും മുസ്ലിം ലീഗും സുപ്രഭാതവും എന്ന തലക്കെട്ടിലാണ് വലിയൊരു ലേഖനം ഇന്ന് സമസ്ത മുഖപത്രം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. സുപ്രഭാതത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽ ഹമീദ് ഫൈസിയാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും ലീഗ് LDF പരസ്യം എടുക്കരുത് എന്ന് പറയുന്നു. എന്നാൽ മുസ്ലിം ലീഗ് UDF ഉള്ളപ്പോൾ ഈ നിലപാട് പറയാം, LDF പോയാൽ എന്ത് നിലപാട് എടുക്കണം എന്ന ഒരു ചോദ്യം ചോദിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ചന്ദ്രികയിൽ സമസ്തയുടെ വാർത്തകൾ വരാത്ത ഒരു സാഹചര്യം പണ്ടുണ്ടായിരുന്നു. അന്നായിരുന്നു സുപ്രഭാതം തുടങ്ങിയത്. വിവിധ മത സംഘടനകൾക്ക്, അതായത് AP വിഭാഗത്തിന് സിറാജ് ഉണ്ട്, അതുപോലെ നേരത്തെ പോപ്പുലർ ഫ്രണ്ടിന് തേജസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ എണ്ണി പറഞ്ഞുകൊണ്ട് പറയുന്നത് ഈ ഇടതുമുന്നണിയുടെ പരസ്യം, ജാക്കറ്റ് പരസ്യം വന്നതിന് ശേഷം പത്രത്തിനെതിരെ വ്യാപകമായ പ്രചരണം നടക്കുന്നുണ്ട്. ആ പ്രചരണത്തിൽ, അതായത് ഏജൻസികളെ റദ്ദ് ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇത് സമസ്തയിൽ വലിയ ചർച്ചയുമാണ്. അത്തരമൊരു പ്രചരണ വേളയിലാണ് ഈ നിലപാട് വ്യക്തമാക്കിക്കൊണ്ടുള്ള ഈ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് നിർണായകമാണ്. അതിൽ പറയുന്നു, മുസ്ലിം ലീഗ് പരസ്യം എടുക്കരുത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. BJP ഒഴിച്ചുള്ള എല്ലാ സംഘടനകളുടെയും പരസ്യം നൽകാൻ സുപ്രഭാതം തീരുമാനിച്ചതാണ് എന്നുള്ളത് പറയുന്നുണ്ട്. മറ്റൊരു കാര്യം കൂടി SKN ഇതിൽ പറയുന്നത്, ഈ മത കാര്യങ്ങൾ, അതായത് മുസ്ലിം ലീഗ് അധികാരത്തിലിരിക്കുമ്പോൾ മതകാര്യങ്ങൾ നേടിയെടുക്കാൻ ആവശ്യപ്പെടാൻ ചന്ദ്രയ്ക്ക് സാധിക്കില്ല, സുപ്രഭാതത്തിനെ സാധിക്കുകയുള്ളൂ. ഏതായാലും ഇപ്പോൾ മറനീക്കി പുറത്തു വരുന്നത് ലീഗ് സമസ്ത പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാകുന്നു എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ചും സുപ്രഭാതം കത്തിക്കലിന് ശേഷം ഏജൻസി ഒഴിവാക്കൽ, സുപ്രഭാതം ലീഗ് ക്യാമ്പുകളിൽ, പ്രത്യേകിച്ചും ഈ സമസ്തയിൽ ലീഗിനൊരു വലിയ പ്രാധാന്യമുണ്ട്. ലീഗ് പണികളിൽ ഒരു വിഭാഗം സമസ്തക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇതിലൊരു പ്രശ്നത്തിലേക്ക് പോകുന്നു എന്നുള്ളത് കണ്ടറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു ലേഖനം, വലിയ ലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. സമസ്തയും ലീഗും സുപ്രഭാതവും എന്ന ലേഖനത്തിൽ വളരെ കൃത്യമായി പരോക്ഷമായി ലീഗിനെയും ഒപ്പം ചന്ദ്രികയെയുമാണ് വിമർശിച്ചിരിക്കുന്നത് സുപ്രഭാതത്തിൻ്റെ ഈ മുഖലേഖനത്തിൽ SKN. ഓക്കെ, താങ്ക് യു ദീപക് തർമണം. സുരേഷ് കുമാറിൻ്റെ ഒരു യൂട്യൂബ് സന്ദേശം അദ്ദേഹം പറയുന്നത്, ശോഭാ സുരേന്ദ്രൻ EP ജയരാജനെ BJP കൊണ്ടുവരാൻ ശ്രമിക്കുകയും ഇതേ സമയം തന്നെ LDF പോകാൻ ശ്രമിക്കുകയും ചെയ്തുവെന്ന് ദല്ലാൽ നന്ദകുമാർ പറയുന്നു. ഈ വാർത്തയുടെ സത്യസന്ധത അന്വേഷിക്കാതെ നിങ്ങൾ എന്തിനു സംപ്രേഷണം നടത്തുന്നു എന്നാണ് സുരേഷ് കുമാർ ചോദിക്കുന്നത്. സുരേഷ് കുമാർ, പല കാര്യങ്ങളും നമ്മൾ അന്വേഷിക്കുന്നുണ്ട് എന്ന് മാത്രം താങ്കൾ മനസ്സിലാക്കുക.